പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈസ്റ്ററിൻ്റെ പുനരുദ്ധാരണ സ്മരണ ദിനാഘോഷത്തിൻ്റെ ആ ആവർത്തിക്കപ്പെടുന്ന അനുഗ്രഹത്തിന് 3 ആഴ്ച മാത്രം ശേഷിക്കുമ്പോൾ നോമ്പിൽ നമുക്കൊന്നിച്ച് ആരാധനയായി കൂടി വരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോമ്പ് നൊമ്പരങ്ങളുടെ ഉത്സവമാണ്. നോമ്പിനെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളൊക്കെ തിരുത്തി എഴുതപ്പെടുന്നത് ക്രൂശിൻ്റെ അന്തസത്ത എന്ത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ്. ക്രൂശിൻ്റെ അന്തസത്ത വളരെ കൃത്യമായി ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നമ്മുടെ നോമ്പിൻ്റെയും നമ്മുടെ ശിഷ്യത്വത്തിൻ്റെയും പരമ്പരാഗത സങ്കല്പങ്ങളൊക്കെ ഉടച്ചു വാർക്കപ്പെടും. ആ ഉടച്ചു വാർക്കലാണ് ഈ ആഴ്ചകളിലൊക്കെ പുൽപ്പറ്റുകളിലൂടെ അതിനുള്ള ആഹ്വാനമാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സഭ, പ്രത്യേകിച്ച് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, മാർത്തോമാ സഭയുടെ സംയുക്ത ലക്ഷണറി അനുസരിച്ച് ഇന്നത്തെ വിഷയം ലിബറേറ്റിംഗ് ക്രൈസ്റ്റ്, വിമോചിപ്പിക്കുന്ന ദൈവം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏറെ തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ലിബറേഷൻ അല്ലെങ്കിൽ ലിബറേറ്റിംഗ് ക്രൈസ്റ്റ്, വിമോചന ദൈവം എന്നുള്ളത്. 1960കളിൽ ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിൽ അവിടുത്തെ പ്രാദേശിക സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അതേ തലത്തിലുള്ള മർദ്ദന അല്ലെങ്കിൽ ഭീകരാവസ്ഥയുള്ള ഇടങ്ങളിലേക്ക് വിമോചനത്തിൻ്റെ സത്തയെ പകരുവാൻ ആ മണ്ണിൽ ഉരുവാക്കപ്പെട്ട ഒരു ദൈവശാസ്ത്രമാണ് ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം. അപ്പോൾ ലിബറേറ്റിംഗ് ക്രൈസ്റ്റ് എന്ന ചിന്ത വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈ ലിബറേഷൻ തിയോളജി അല്ലെങ്കിൽ വിമോചന ദൈവശാസ്ത്രം എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് ലോകത്തെ എല്ലാവരുടെയും ഒരു ആത്മീയ പിതാവ് എന്ന് നാം വിചാരിക്കുന്ന, അംഗീകരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ്, അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രമൊക്കെ രൂപപ്പെട്ടത് ആ മണ്ണിൽ നിന്നാണ്. ആ മണ്ണിൻ്റെ മണമുള്ള ദൈവശാസ്ത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് പരമ്പരാഗത ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ ചില ആശയങ്ങളോട് ഒരു വിരോധമുള്ളതായി നമുക്കൊക്കെ തോന്നുകയും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലിബറേഷൻ തിയോളജി ഉണ്ടായ മണ്ണിൻ്റെ പ്രത്യേകതകൾ അല്ല, അതിൻ്റെ സാഹചര്യങ്ങളാണ് പോപ്പ് ഫ്രാൻസിസിനെ പോലും ഒരു വ്യത്യസ്തമായ ചിന്തയിലേക്ക് ധരിച്ചത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ദൈവശാസ്ത്രത്തിൻ്റെ പ്രത്യേകത യേശുവിനെ ഒരു വിമോചകനായി കാണുക അല്ലെങ്കിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അല്പം കൂടി പറഞ്ഞാൽ യേശുവിനെ രക്ഷയുടെ കേന്ദ്രമായി മാത്രം കാണാതെ സാമൂഹിക രാഷ്ട്രീയ അനീതി വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു യേശുവിനെ സ്വായത്തമാക്കണമെന്ന് പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രമാണ് വിമോചന ദൈവശാസ്ത്രം, ലിബറേഷൻ തിയോളജി. ഞാൻ സൂചിപ്പിച്ചത് ആരംഭിച്ച മണ്ണിൽ അതിന്നും സജീവമായുണ്ട്. എന്നാൽ അത് പറിച്ച് നടത്തപ്പെട്ട മണ്ണിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ആരംഭിച്ച മണ്ണ് ലാറ്റിൻ അമേരിക്കയുടെ മണ്ണാണ്. ആ ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിൽ പിറന്ന പോപ്പ് ഫ്രാൻസിസിന് ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വാചകങ്ങളിലുമൊക്കെ ഈ വിമോചനത്തിൻ്റെ ധ്വനിയുണ്ട്. എന്നാൽ 1970കളിലൊക്കെ നമ്മുടെ മണ്ണിലേക്കും ഇത് പറിച്ചു നടപ്പെട്ടു. ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു 80കളിലെ നമ്മുടെ മഹായിടവകയുടെ ചരിത്രമൊക്കെ ഇല്ലേ. പരമ്പരാഗതമായി നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇരിക്കുന്ന യേശുവിന് ഒരു സൗമ്യഭാവമുണ്ടെങ്കിൽ ഈ ദൈവശാസ്ത്രം ഈ മണ്ണിലേക്ക് പഠിച്ചു നടപ്പെട്ടപ്പോൾ ഒരു ചിരിക്കുന്ന ക്രിസ്തുവിനെ അങ്ങ് അവതരിപ്പിച്ചു. ചേർത്ത് ഞാൻ കണ്ട ഒരു ചിത്രമുണ്ട്, ക്രൂശിൽ കിടന്ന് തുറിച്ചു നോക്കുന്ന യേശു.
ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത സങ്കല്പങ്ങളെ അങ്ങ് വ്യതിചലിപ്പിച്ച് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുരിശിനകത്ത് യേശുവിന് പകരം ചെഗുവര എന്ന് പറയപ്പെടുന്ന ആളിനെ പ്രതിഷ്ഠിച്ചു ഈ മണ്ണിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുരിശിൽ കിടക്കുന്ന ചെഗുവരയുടെ കയ്യിൽ ഒരു തോക്കും കൊടുത്തു. അങ്ങനെയായി നമ്മുടെ മണ്ണിലെ ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വളർച്ച. ആ മണ്ണിൻ്റെ വളർച്ച അങ്ങനെ പോയി. ബിഷപ്പന്മാർ പോകുന്ന വഴിയിൽ തടയുന്ന തലം വരെ എത്തി. അങ്ങനെയായി വിമോചനം. അതുകൊണ്ട് അത് അമ്പാടെ പരാജയപ്പെട്ടു പോയതിന് കാരണം അതുണ്ടായ മണ്ണിൻ്റെ മണം അതില്ലാത്ത മണ്ണിൽ പറിച്ചു നട്ടതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഒരു പക്ഷേ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിന് അത്തരമൊരു മനോഭാവം ഇല്ല എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, രണ്ട് കാര്യങ്ങളെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ സത്യം അതൊരു നല്ല അന്തസ്സുള്ള സത്തയായി മാറുന്നത്. അന്തസ്സെന്ന വാക്ക് ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ അന്തസ്സെന്ന് പറഞ്ഞാൽ രുചിക്ക് ഒരു പറയുന്നത് അന്തസ്സെന്നാണ്. അപ്പോൾ നമ്മളവരെ കടയിൽ കൊണ്ടുപോയി ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടോ എന്ന് പറയും അന്തസ്സെന്ന് പറയും. അപ്പോൾ നമ്മൾ ശരിക്കും ഡിഗ്നിറ്റി എന്നല്ല, അവരുടെ ഭാഷ അനുസരിച്ച് ഭയങ്കര കേമമായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതിൻ്റെ അന്തസ്സത്തയുടെ അന്തസ്സ് തന്നെ പോയി എന്നൊരു വിധത്തിൽ പറഞ്ഞാൽ സത്യാവസ്ഥയാണ്. അപ്പോൾ വിമോചന ദൈവശാസ്ത്രം താല്പര്യപ്പെട്ടത് യേശുവിനെ രക്ഷയുടെ ഒരു കേന്ദ്രമായിട്ടൊന്നും കാണേണ്ടതായിട്ടില്ല. മറിച്ച് വിമോചിപ്പിക്കുന്ന സത്ത മാത്രമുള്ള ചിരിക്കുന്ന ക്രിസ്തു, തുറിച്ചു നോക്കുന്ന ക്രിസ്തു, അത് പറിച്ചു കെട്ടപ്പോഴത്തേക്കും കയ്യിൽ തോക്കെടുക്കുന്ന ക്രിസ്തു, ഇങ്ങനെയുള്ള തലത്തിലേക്ക് ഇത് മാറിയപ്പോഴാണ് ഒരു പരിധിവരെ ഒരു പരാജയമായി മാറിയത്. ജെയിംസ് എച്ച് കോൺ എന്ന് പറയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്, ലിബറേഷൻ തിയോളജി ഈസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്നത് വിമോചന ദൈവശാസ്ത്രമാണ് എന്നാണ് ജെയിംസ് എച്ച് കോൺ എന്ന് പറയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ആ ഒരു തലത്തിൽ മാത്രം ഒതുക്കുമ്പോഴുള്ള ഒരു അസ്വസ്ഥതയാണ് പലപ്പോഴും പല തലങ്ങളിലും ഉണ്ടാകുന്നത്. ഞാൻ ഇന്നത്തെ പോലെ അന്നും ഓർക്കുന്നു, ഈ കേരളത്തിലെ പലയിടങ്ങളിലും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരും ഈ ആംഗ്ലിക്കൻ പാരമ്പര്യമുള്ളവരുമൊക്കെ ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ചെറു സംഘങ്ങളിൽ പലയിടങ്ങളിലും ചെറു സംഘങ്ങളായിട്ടൊക്കെ വളർന്നു വന്നു. പക്ഷേ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഈ വലിയ വിപ്ലവ കാര്യങ്ങളൊക്കെ പോകുമ്പോഴും അവരവരുടെ ബിഷപ്പിനെ കണ്ടാലൊന്ന് വണങ്ങും, അവർ അച്ഛനെ കണ്ടാലൊന്ന് വണങ്ങും, കപ്പേള കണ്ടാൽ അല്ലെങ്കിൽ ചാപ്പൽ കണ്ടാൽ അവരൊന്ന് കുരിശു വരയ്ക്കും. നമ്മുടെ ഇടയിലേക്ക് ദൈവശാസ്ത്രം വന്നപ്പോൾ ബിഷപ്പിനെ കണ്ടാൽ തെറി വിളിക്കും, അച്ഛനെ കണ്ടാൽ തെറി വിളിക്കും, അല്ലെങ്കിൽ പള്ളി കണ്ടാൽ പള്ളി അടച്ചിടാൻ ശ്രമിക്കും. ഇതായി മാറി സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസിൻ്റെ ചുണ്ടുകളിൽ നിന്നും വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ സത്തയുണ്ട്. എന്നാൽ പറിച്ചു നട്ടപ്പെട്ട പല മണ്ണിലും അത് അമ്പാടെ പരാജയപ്പെട്ടു പോയി. കുട്ടനാട്ടിലെ മുഞ്ഞ പിടിച്ച എന്താ പറയുക നെൽക്കതിരി പോലെയും മണ്ടരി പിടിച്ച തെങ്ങ് പോലെയുമായിപ്പോൾ സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനം യേശുവിനെ ഒരു വിമോചകനായി കാണുമ്പോൾ രക്ഷയുടെ കേന്ദ്രമായി കൂടി കാണാനുള്ള ഒരു ബാധ്യത നാം നഷ്ടപ്പെടുത്തിയെന്ന ആ വാക്ക് ഉപയോഗിക്കാനാക്കി. അത് നഷ്ടപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇനിഷ്യേറ്റീവ്സൊക്കെ വളരെ ശക്തമാകുമായിരുന്നു. 2013 പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു ചാക്രിക ലേഖനം അല്ലെങ്കിൽ ഒരു അപ്പോസ്തോലിക പ്രബോധനമുണ്ട്. ആ അപ്പോസ്തോലിക പ്രബോധനത്തിൻ്റെ തലക്കെട്ടെന്ന് പറയപ്പെടുന്നത് ഇവാഞ്ചലി ഗൗഡിയം എന്ന. ആരും ഓർത്തൊന്നും വെക്കണ്ട, നമ്മളെ പരീക്ഷയൊന്നുമില്ലല്ലോ, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. ഇവാഞ്ചലി ഗൗഡിയത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട വാചകം ഇങ്ങനെയാണ്: ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള പ്രവർത്തനത്തിന് മുൻഗണന നൽകുന്ന അജപാലന പരിവർത്തനമുണ്ടാകണം. നീഡ് എ പാസ്റ്ററൽ കൺവേർഷൻ that prioritize outreach to the poor, the sick and the marginalized. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ രണ്ടും കമ്പൈൻ ചെയ്യുക. യേശുവിനെ തോക്കെടുക്കുന്നവനായിട്ടോ അട്ടഹസിച്ചിരിക്കുന്നവനായിട്ടോ അല്ലെങ്കിൽ കുരിശിൽ തുറിച്ചു നോക്കുന്നവനായിട്ടോ അല്ല, മറിച്ച് രക്ഷയുടെ കരം നീട്ടുന്ന ഒരു വലിയ ശക്തിയായി നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പറഞ്ഞതുപോലെ 18 വർഷമായി രോഗബന്ധനത്താൽ ബന്ധിക്കപ്പെട്ട സ്ത്രീയെ വിമോചിപ്പിക്കുന്ന തലത്തിലേക്കുള്ള രക്ഷയുടെ തലം കൂടി നമുക്ക് ആവശ്യമായി എന്ന് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ലിബറേറ്റിംഗ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്ന് നാം മനസ്സിലാക്കിയ. അപ്പോൾ ഞാൻ ഒരു രണ്ട് ആസ്പെക്റ്റാണ്. ഒന്ന്, യേശുവിനെ ഒരു ലിബറേറ്റർ വിമോചകനായി മാത്രം കാണുന്നു. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയപ്പെടുന്നത്
വ്യക്തിപരമായ ആത്മീയ വിമോചനം നൽകുന്ന ഒരു സത്തയുടെ കേന്ദ്രമായി, ആസ് എ സെൻറ്റർ ഓഫ് പേഴ്സണൽ സ്പിരിച്വൽ ലിബറേഷൻ. വ്യക്തിപരമായ ആത്മീയ വിമോചനം. എന്താ വ്യക്തിപരമായ ആത്മവിമോചനം? ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം പരിമിതികളിൽ എരിഞ്ഞടങ്ങുമ്പോൾ, അവൻ്റെ ഭയത്തിൽ നിന്നും അവൻ വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, അവൻ്റെ ബന്ധനങ്ങളൊക്കെ അവനെ തകർക്കുന്നുവെന്ന് അവന് ചിന്തയുണ്ടാകുമ്പോൾ, സ്വയം വിമോചിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ വിമോചിപ്പിക്കുന്ന ഒരു ക്രിസ്തു ദർശനത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ലിബറേറ്റർ എന്ന കാഴ്ചപ്പാടിനപ്പുറമായി ഒരു മനുഷ്യൻ്റെ രക്ഷയുടെ ഹൃദയത്തിൻ്റെ തലത്തിലും ഒരു വിമോചനം ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യമാണ് യേശു തരുന്ന വലിയ ശക്തി എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന യേശു ദർശനം, വിമോചിക്കുന്ന ക്രിസ്തുവിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിവർത്തനത്തിൻ്റെ ശക്തിയെ അല്പം കൂടി ജ്വലിപ്പിക്കുന്ന ഒരു ശക്തി, നമ്മിൽ ആന്തരിക സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ശക്തി, അങ്ങനെ ആത്യന്തികമായി നിത്യതയുടെ വാതായനത്തിലേക്ക് നമ്മെ എത്തിക്കാൻ പക്വമായ ഒരു യേശുവിൻ്റെ വിമോചനത്തെ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് തലത്തിന് ഇടയിലുള്ള യാത്രയല്ല, രണ്ടിനെയും സമന്വയിപ്പിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ക്രൂശിൽ തുറിച്ചു നോക്കട്ടെ, കുഴപ്പമില്ല. ചാട്ടയെടുക്കട്ടെ, കുഴപ്പമില്ല. ഒപ്പം ഒരു ഹൃദയ സമാധാനത്തിൻ്റെ തലവുമുണ്ട് എന്ന്, അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ആത്മീയ വിമോചനവും ഒരു മനുഷ്യന് ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നാം ഈ കാലയളവ്, നോമ്പിൻ്റെ കാലയളവിൽ ഈ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു യേശുവിനെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ അവനിൽ നിന്നും പുറത്തു വരുന്ന കമ്പാഷൻ ആൻഡ് ലവ്, കരുണയും അല്ലെങ്കിൽ കരുതലും എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹവും കരുതലും എന്നൊക്കെ പറയുന്നത്, അത് ഹോളിസ്റ്റിക്കാണ്. ഒന്നിൽ മാത്രമല്ല, ഒരു വിഷയത്തിൽ മാത്രമല്ല. ഒരു മനുഷ്യൻ്റെ വിമോചനത്തിന് ആവശ്യമായിരിക്കുന്നത് എല്ലാവർക്കും ഒരേ തലത്തിലുള്ള വിമോചനമല്ലല്ലോ ആവശ്യമായിരിക്കുന്നത്. സാമ്പത്തികമായി എല്ലാം തികഞ്ഞ ഒരാൾ ഭവനത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വളരെ വേദനപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു ത്രിവർണ്ണ പതാകയോ ഒരു ചെങ്കോടി കൊണ്ട് കുത്തിയിട്ട് രണ്ട് മുദ്രാവാക്യം വിളിച്ച് വന്ന് നടക്കുമോ? നമ്മൾ അങ്ങനെ പലപ്പോഴും വിചാരിച്ചത്. ഹൃദയത്തിൻ്റെ ഭാരത്തിൽ വിലപിക്കുന്ന ഒരു കുടുംബത്തിന് മുമ്പിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സുവിശേഷകനെ പോലെ തന്നെയാണത്, ഇല്ലേ? ഒരു ഭവനത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു മനുഷ്യൻ്റെ വിഷയം അറിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ വിഷയത്തെ പരിഹരിക്കാൻ പക്വമായ ഒരു ചിന്ത ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുവാനും അത് സാധ്യമാകുന്ന ഇടങ്ങളിൽ പറഞ്ഞ് അത് സമാഹരിച്ച് അവരെ സഹായിക്കാനും കഴിയാത്ത സുവിശേഷവും അത്ര നല്ല സുവിശേഷമൊന്നുമല്ല. അങ്ങനെ ഒരു സുവിശേഷത്തിനകത്ത് ലിബറേഷൻ അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ ഒരു വലിയ സത്ത അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് ആത്മപരിശോധനയും പുനരാലോചനയും നമ്മൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സമർപ്പണത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു വലിയ വേദി നമ്മൾ തുറക്കേണ്ടതായിട്ടുണ്ട്. അഹംഭാവത്തിൽ നിന്ന് നമുക്കൊന്ന് വേർപെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കഷ്ടപ്പാടുകൾ വേണ്ടി വരുന്ന ബന്ധനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി മല്ലിടുന്നവർക്ക് പ്രതീക്ഷയും ആശ്വാസവും സ്നേഹവും അനുകമ്പയും വിനയവും സേവനവും ഒക്കെ നൽകുന്ന ക്രിസ്തീയ മാതൃക പൂർണ്ണമായിട്ട് നാം സ്വായത്തമാക്കണം. ഈ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിനെ പറ്റി ബോധ്യത്തോടെ പഠിക്കുമ്പോൾ എന്ന് ഓർക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർദിനാലാണ് ബിഷപ്പ് ഷീൻ. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്: യഥാർത്ഥ വിമോചനം അത് രാഷ്ട്രീയമോ സാമൂഹികമോ ആയ പ്രസ്ഥാനത്തു നിന്നല്ല, മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഉറവിടമായി താൻ കണ്ട യേശു ക്രിസ്തുവിൽ നിന്നുള്ള കണ്ടുമുട്ടലിൽ നിന്നാണ് യഥാർത്ഥ വിമോചനമുണ്ടായത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ? എനിക്കും മനസ്സിലായിട്ടില്ല. യഥാർത്ഥ വിമോചനം രാഷ്ട്രീയമോ സാമൂഹികമോ ആയ പ്രസ്ഥാനങ്ങളിൽ നിന്നല്ല, മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഉറവിടമായി താൻ കണ്ട യേശുക്രിസ്തുവിൽ നിന്നുള്ള കണ്ടുമുട്ടലിൽ നിന്നാണ് യഥാർത്ഥ വിമോചനമുണ്ടാകേണ്ടത്. ട്രൂ ലിബറേഷൻ came not from political or social movement, but from an encounter with Jesus Christ, the source of all true freedom and dignity. അപ്പോൾ ആ യേശുവിനെ കൃത്യമായി ഹൃദയത്തിൽ കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറുമെന്നാണ് മനസ്സിലാക്കുക.
അതുകൊണ്ട് നോമ്പ് കാലത്തൊരു വിമോചകനായ ക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കെന്താ ഉള്ളത്, നമുക്കെന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഫോക്കസ് മാറി സുവിശേഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. നോമ്പ് കാലയളവിൽ എന്നിലും നിന്നിലും നിക്ഷിപ്തമായിരിക്കുന്ന വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഫോക്കസ് പഴയ നിയമത്തിൻ്റെ സത്തയിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ ക്രമത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഉദാഹരണം നിങ്ങൾക്കറിയാം. പഴയ നിയമത്തിൽ നാം വായിച്ച പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ വിമോചനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അത്തരമൊരു സാമൂഹ്യ ആത്മീയ വിമോചനം കൊണ്ട് നമ്മുടെ സഭകൾ ഇന്ന് ശക്തമാകുന്നില്ല. മറിച്ച് നമുക്കിഷ്ടം ആരാധനയിലുണ്ടാകുന്ന രോഗസൗഖ്യത്തെക്കുറിച്ച്. ആരാധനയിൽ എത്ര പേർക്ക് സൗഖ്യമായി? ഇതാണ് പലപ്പോഴും നമ്മുടെ ചിന്ത. ഇപ്പോൾ ഒരു ടെൻഡൻസിയായി വന്നിരിക്കുകയാണ്, ഇല്ലേ? പണ്ടാരോ പറഞ്ഞു 25,000-30,000 പേർ കൂടിയ ഒരു വലിയ സുവിശേഷ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഭയങ്കര രോഗസൗഖ്യത്തിൻ്റെ സമയം എത്തിയപ്പോൾ അവിടെ പ്രസംഗിച്ച പ്രസംഗകൻ പറഞ്ഞു, ഇന്നത്തെ പ്രസംഗത്തിൽ യൂട്രസ് സംബന്ധമായ രോഗം ഉണ്ടായിരുന്ന 25 പേർ സൗഖ്യമായെന്ന് പറഞ്ഞപ്പോൾ 25 പേര് എഴുന്നേറ്റു. അതിന് 17 പേര് പുരുഷന്മാരായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു ടെൻഡൻസിയിലേക്ക് മാറുക. അങ്ങനെ വേണം എന്ന്, അതായത് അങ്ങനെ. അതുകൊണ്ടാണല്ലോ ചില പത്രങ്ങൾ ചമ്മന്തിയാക്കി തിന്നുന്നു, ചില വിഡ്ഢിക്കോമരങ്ങൾ. അല്ലെങ്കിൽ പത്രം ചുമന്നുകൊണ്ട് നടക്കുന്നു, അപ്പോൾ സൗഖ്യമാകുന്നു. പത്രത്തിൻ്റെ ജ്യൂസ് കൊണ്ട് അതിൽ മാതളനാരങ്ങ ജ്യൂസ് കൊണ്ട് ചേർത്ത് കുടിക്കുന്നു. പത്രം കൊണ്ട് ചമ്മന്തി അരച്ചുണ്ടാക്കുന്നു. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മത നേതൃത്വവുമുണ്ട്. അവിടെയാണ് സ്റ്റെൻഗൺ എടുക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രസക്തിയും വിമോചിപ്പിക്കുന്ന ക്രിസ്തു മറ്റൊരു പ്രസക്തിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ഇന്ന് ഈ പഴയ നിയമത്തിൽ വിമോചിപ്പിക്കുന്ന ദൈവത്തിൽ നിന്നും പുതിയ നിയമത്തിലെ വിമോചനത്തിൻ്റെ ഒരു ആഖ്യാനത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്കും ആഗ്രഹം അത് തന്നെ. യേശു സൗഖ്യത്തിൻ്റെ ആളല്ല എന്നൊന്നും ആരും പറയുന്നത്. ഒരു കാര്യം അല്പം കൂടി വിശാലമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്റ്റേജിൽ വെച്ച് സൗഖ്യമാക്കുന്ന ക്രിസ്തു എന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ അല്പം കൂടി ഗൗരവമായി കാണേണ്ടതും അല്പം കൂടി നല്ലതായി പ്രചരിപ്പിക്കാൻ പക്വമായതും ഇങ്ങനെ ചിന്തിക്കുന്നതാണ്. എന്താണെന്നറിയാമോ? നിസ്സാരമായ മനുഷ്യൻ്റെ തലയിൽ ബുദ്ധി കൊടുത്ത് അവനെ കൊണ്ട് മരുന്ന് കണ്ടുപിടിപ്പിച്ചതും നിസ്സാരനായ മനുഷ്യന് അനാട്ടമി, ശരീരഘടന പഠിക്കാൻ ബോധ്യം കൊടുത്ത് ആ പഠിച്ച ശരീരഘടനയിലൂടെ മറ്റൊരു മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് ദൈവം കൊടുത്ത ബുദ്ധി കൊണ്ടുണ്ടാക്കിയ ഗുളിക, അത് ഉപയോഗിക്കുമ്പോൾ എനിക്കും കൂടി സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ സഭയെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം ആൾക്കാർ മോശമായി ചിത്രീകരിക്കും. ഇപ്പോൾ സൗഖ്യമായ ആൾക്കാർ പലരും ഇരിപ്പുണ്ട്. ഫ്രണ്ടിൽ ധാരാളം ആൾക്കാർ എൻ്റെ കുടുംബത്തിൽ സൗഖ്യത്തിൻ്റെ തലത്തിലേക്ക് നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ചങ്കൂറ്റത്തോടു കൂടി സ്റ്റേജിൽ വെച്ചൊരു ആൾ സൗഖ്യമാകുമെന്ന് പറയണമെങ്കിൽ ഞാൻ ആശുപത്രി പോകാൻ പാടില്ല. ആശുപത്രി പോകുന്നത് എന്തിനാണെന്നറിയാം? ആശുപത്രി പോകുന്നത് ആ ഡോക്ടറിൻ്റെ മിടുക്ക് കാണാനല്ലല്ലോ. ആ ഡോക്ടർക്ക് ബുദ്ധി കൊടുത്ത ദൈവമുണ്ട്, അതെൻ്റെ ദൈവമാണ്. ആ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിവുണ്ടാക്കിയൊരു മനുഷ്യനുണ്ട്, ആ ബുദ്ധി കൊടുത്ത് എൻ്റെ ദൈവമാണ്. അല്ലെങ്കിൽ ആ ശരീരഘടന കണ്ടുപിടിക്കാൻ അവസരം കൊടുത്തത് എൻ്റെ ദൈവമാണ്. അപ്പോൾ എൻ്റെ അവകാശമാണ് സൗഖ്യം. അതെനിക്ക് തരാൻ അല്ലെങ്കിൽ നിയുക്തനാക്കപ്പെട്ടിരിക്കുന്നത് ചില വ്യക്തികളിലൂടെയാണെന്ന ബോധ്യമാണ് അല്പം കൂടി യേശുവിൻ്റെ ശക്തിയെ കൃത്യമായി ജനഹൃദയങ്ങളിൽ പതിപ്പിക്കാൻ പക്വമായത് എന്ന് സാങ്കത്യവശാൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ ഫോക്കസ് പഴയ നിയമത്തിലെ വിമോചനത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വ്യത്യാസം എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ ഒരു പരിധി വരെ വിമോചനം ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പുതിയ നിയമത്തിലെ കോസ്റ്റ്ലി അല്ല, നല്ല ഇൻകം ജനറേഷൻ മാർഗം, ഇൻകം ജനറേറ്റിംഗ് മാർഗമാണ്. പഴയ നിയമത്തിലെ വിമോചനം ഇറ്റ്സ് കോസ്റ്റ്ലി. അതുകൊണ്ടാണ് ജയിലറയ്ക്കുള്ളിൽ നടന്ന ബോണോഫറിൻ്റെ വലിയ സത്യം നമ്മോട് പറയുന്നത്, വെൻ ക്രൈസ്റ്റ് കോൾസ് എ പേഴ്സൺ ഹി ബിഡ്സ് കം ആൻഡ് ഡൈ. യേശു ഒരുവനെ വിളിക്കുമ്പോൾ അവൻ പറയും, വരിക, മരിക്കുക, ക്രൂശിക്കപ്പെടുക. അതിൻ്റെ അർത്ഥം. കാരണം പഴയ നിയമത്തിൻ്റെ വിമോചന കാഹളം എന്ന് പറയപ്പെടുന്നത് മറ്റൊന്നുമല്ല, അത് നമ്മളെ മരിക്കാൻ വിളിക്കുകയാണ്. പുതിയ നിയമത്തിലും മരിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ നമുക്കിഷ്ടം 38 വത്സരവും 18 സംവത്സരവും അല്ലെങ്കിൽ ചെവി തുപ്പിയതും ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്ടം.
കാരണം അതൊക്കെ ഇൻകം ജനറേഷനാണ്, സമ്പത്തുണ്ടാക്കാൻ പറ്റിയ മാർഗങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്താണ് ഒരു വിമോചകനായ ക്രിസ്തു നമുക്ക് നൽകുന്നത്? നമ്മൾ വായിച്ചു കേട്ട പഴയ വേദഭാഗം നമുക്ക് കൃത്യമായിട്ടറിയാം. മോശയെ യേശു വിളിക്കുന്നതാണ് കോണ്ടെക്സ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ അപമാനത്തിൻ്റെ പാത്രമാണ് മോശ. അമ്മായിയപ്പൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ദുരിതത്തിൻ്റെ ഭൂമിയിലാണ് യിത്രോയുടെ കാരുണ്യത്തിൽ ജീവിക്കുന്ന വിക്കനായ മോശ. ആ മോശയോട് മരുഭൂമിയുടെ അസാധാരണമായ ഒരു ഇടപാടിലൂടെ പറയുകയാണ്, നീ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ നിയോഗം നിന്നെ ഏൽപ്പിക്കുകയാണ്. ആ നിയോഗം ഇസ്രായേൽ വിഭാഗത്തെ പാലും തേനും ഒഴുകുന്ന ദേശത്തിൻ്റെ ഉടമകളാക്കാനുള്ള ഒരു നിയോഗം തരികയാണ്. എന്താ പറഞ്ഞത്? കൃത്യമായി മോശയോട് പറഞ്ഞു, നിൻ്റെ ഇന്നത്തെ യോഗ്യതയ്ക്കൊത്തവണ്ണമെന്ന് നീ വിചാരിക്കുന്നതല്ല, അതിനപ്പുറമായി നിന്നിൽ ഒരു ധൈര്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഒരു ശാക്തീകരണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മളെല്ലാം അതുണ്ട്. മോശയോട് പറഞ്ഞു, മോശയുടെ സംശയങ്ങളൊക്കെ മാറ്റുകയാണ്. ആ സംശയങ്ങൾ മാറ്റുന്ന ഒരു വാചകമാണ് ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. എൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നീ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിന്നെ ശക്തീകരിക്കുവാനും നിന്നെ ധൈര്യപ്പെടുത്തുവാനും നിന്നെ ട്രാൻസ്ഫോം ചെയ്യുവാനും നിന്നെ റിന്യൂ ചെയ്യുവാനുമുള്ള ഒരു ശക്തി ഞാൻ നിക്ഷേപിക്കുമ്പോൾ യു ഷുഡ് നോട്ട് ആസ്ക് അബൌട്ട് മൈ ഐഡൻറ്റിറ്റി. കാരണം നിൻ്റെ സ്വത്വം, നിൻ്റെ ഐഡൻറ്റിറ്റി മൊത്തത്തിൽ എൻ്റേതാണ്. ഞാനാണ് നീ, നിന്നിൽ ഞാൻ കുടികൊള്ളുന്നു എന്ന് പറയുക. എന്നിട്ട് പറഞ്ഞു, മോശയുടെ സംശയങ്ങളൊക്കെ മാറ്റി ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. രണ്ടാമത് വലിയ ശക്തി കൊടുത്തു. പറഞ്ഞു, നീ എന്തെങ്കിലും പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുവെങ്കിൽ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. നീ പോകുന്നിടത്തൊക്കെ നീ എന്തു പറയണമെന്നുള്ള വാക്കുകൾ നിൻ്റെ നാവിൽ തരും. മോശ പറഞ്ഞു, ലോർഡ്, ഐ ആം എ മാൻ വിത്ത് സ്റ്റാമറിങ് ടങ്, ആൻഡ് ഇഫ് യു വാണ്ട് എ പേഴ്സൺ ഫ്രം മൈ ഫാമിലി, ഐ ആം ദ ലീസ്റ്റ് ആൻഡ് യു ക്യാൻ സെലക്ട് അനദർ പേഴ്സൺ ഫ്രം മൈ ഫാമിലി. ഞാനൊരു പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞവനാണ്. എൻ്റെ നാക്കിന് കെട്ടുള്ള സ്റ്റാമറിങ് ടങ്കുള്ള ആളാണ്. അവിടെയാണ് തമ്പുരാൻ്റെ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ, ശക്തീകരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞത്. നീ വിമോചനത്തിൻ്റെ വലിയ സത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. വീണ്ടും ഒരു അടയാളം കൊടുത്തു. പറഞ്ഞു, ഈ മുൾപ്പടർപ്പ് വെന്തുപോയി എന്ന് നിനക്ക് തോന്നാം. ഇറ്റ് മേ ബേൺ ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഡെസ്ട്രോയിഡ്. അത് നശിച്ചു പോകത്തില്ല. മുൾപ്പടർപ്പ് ഒരു പക്ഷേ കത്തിയമെന്നും തോന്നിയേക്കാം, പക്ഷേ ആ മുൾപ്പടർപ്പ് ഒരിക്കലും വെന്തുപോകില്ല എന്നും ആ മുൾപ്പടർപ്പിനെ കഴിയുന്ന ശക്തിയാൽ ഫറവോനെ നേരിടാൻ കഴിയുമെന്ന് മോശയെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പിൻബലത്തിലാണ് ഈ നോമ്പ് കാലയളവിൽ നമ്മുടെ ശുശ്രൂഷകളെ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ധാരാളം നന്മയുടെ വഴികൾ കാറ്റേവൻ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നാസി ഭരണവർഗത്തിനെതിരെ പടവാളുയർത്തിയ ജർമ്മൻ തിയോളജിയൻ ഡ്രിട്രിച്ച് ബോണോഫർ ഒരു വലിയ സാക്ഷിയാണ്. നിങ്ങളൊരു പക്ഷേ ഒരു പോളിഷ് ഫ്രാൻസിസ്കൻ സഭാംഗമായ ഒരു സന്യാസിയെപ്പറ്റി കേട്ടിരിക്കാം, മാക്സ് മിലൻ കോൾബെ. അദ്ദേഹവും ഒരുപക്ഷെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ദുരിതമനുഭവിച്ച മനുഷ്യനാണ്. അമേരിക്കയിലെ ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ മാർട്ടിൻ ലൂതർ ജൂനിയർ മറ്റൊരു മനുഷ്യനാണ്. ബിഷപ്പ് ഓസ്കർ റൊമേറോ, അദ്ദേഹം നമുക്കറിയാം എൽസാൽവഡോറിലെ കാത്തലിക് ബിഷപ്പാണ്. ഇവരൊക്കെ വഴിമറന്ന് തുറന്നിട്ട ഒരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യണം, അവരുടെ വഴിയിലൊക്കെ യാത്ര ചെയ്യണം. എന്താണവർ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ചെയ്തത് എന്ന് ഒന്ന് സ്വാംശീകരിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. എങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്തണം ഡീറ്റെയിലായിട്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഒരു അമേരിക്കൻ ക്രിസ്ത്യൻ മിഷണറിയായ ജിം എലിയറ്റ് എന്ന മനുഷ്യനാണ്. ഈ ജിം എലിയറ്റ് 1927 ഒക്ടോബർ മാസം 8-ാം തീയതി ജനിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ കോളിങ് മിഷണറി പ്രവർത്തനമെന്ന് അദ്ദേഹം ഒരു ദർശനത്തിൽ മനസ്സിലാക്കുകയാണ്. 1952 തൻ്റെ ഭാര്യ എലിസബത്തും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇക്വാഡോർ എന്ന പ്രദേശത്തെ ക്വാച്ച എന്ന് പറയപ്പെടുന്ന ഒരു
ട്രൈബൽ കമ്മ്യൂണിറ്റിയെ നവീകരിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെടുക, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 5 സുഹൃത്തുക്കളും. അവിടെ ഒരുപക്ഷെ അദ്ദേഹം അല്പം വിജയം കണ്ടെത്തി എന്ന് വേണം പറയുവാൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തും ഈ ജിം എലിയട്ടുമായി ചേർന്നുള്ള മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ഒരു പരിധിവരെ വിജയിച്ചു. അത് കഴിഞ്ഞ് 5 സുഹൃത്തുക്കളുമൊത്ത് ഖുവ ഒറാനി എന്ന് പറയപ്പെടുന്ന, ഇതൊക്കെ എനിക്ക് തന്നെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ കാര്യം പിന്നോട്ടും പറയണ്ട, ഇതൊന്നും ഓർത്തിരിക്കേണ്ട, ഒരു സ്ഥലത്ത് പോയി എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എൻ്റെ ഒരു പേര് പറയണമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. രാമനെന്നോ അല്ലെങ്കിൽ തോലശ്ശേരി എന്ന് പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലത്ത് ഒരു 5 മിഷണറിമാരും അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം മറ്റൊരു ട്രൈബൽ വിഭാഗത്തിൻ്റെ ഏറിയയിൽ ചെന്ന് അവർ നരഭോജികളാകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ മിഷൻ സംഘത്തിൻ്റെ പ്ലെയിൻ വഴി ചുറ്റി നടന്ന് പലവട്ടം അവരുമായി പല രീതിയിൽ സംവേദിച്ചു. പലവട്ടം ഭക്ഷണമൊക്കെ എറിഞ്ഞു കൊടുത്ത് ഈ വിഭാഗവുമായി ഒരു പ്രോക്സിമിറ്റി, ഒരു അടുപ്പമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അടുപ്പം അല്പം ശക്തമായി എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഒരിക്കൽ ഒരു ഫേസ് ടു ഫേസ് എൻകൗണ്ടറിനായി താല്പര്യപ്പെട്ടു. അങ്ങനെ മറ്റൊരു പ്ലെയിനിൽ ഒരിക്കൽ ഈ ജിം എലിയട്ടും അദ്ദേഹത്തിൻ്റെ 5 മിഷണറിമാരും ആ ആദിവാസി ഇടത്ത് ഇറങ്ങി ഇവരുമായി സംവേദിച്ചു തുടങ്ങി. ക്ഷുപ്രകോപികളായ ഈ ട്രൈബൽ ആദിവാസികൾ അവർ ഈ 5 ജിം എലിയട്ട് ഉൾപ്പെടെയുള്ള 5 മിഷണറിമാരെ ഈ ചർച്ചയുടെ അവസാനം നിഷ്കരുണം കൊല്ലുകയാണ്. ഒരുപക്ഷെ ജിം എന്ന് പറയപ്പെടുന്ന അതിലെ മുഖ്യ മിഷണറിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ ദുഃഖത്തിൻ്റെ തീവ്രതയിൽ എലിസബത്ത് ദീർഘദിവസങ്ങൾ തേങ്ങിയെന്ന് പറയുന്നു. ആ തേങ്ങലിൻ്റെ ഒരു അനന്തരഫലമായി ഈ എലിസബത്ത് ഒരു പുസ്തകം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ത്രൂ ഗ്രേറ്റ് സ്പ്ലെൻഡർ, അതായത് മഹത്വത്തിൻ്റെ കവാടത്തിലൂടെ എന്നാണ്. 5 മിഷണറിമാർ ചാവുമ്പോൾ അതിലൊരാൾ കൊല്ലപ്പെടുമ്പോൾ ഒരാൾ തൻ്റെ ഭർത്താവാണ്. ആ ഭർത്താവിൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയുമൊക്കെ അധികരിച്ചുകൊണ്ട് ഈ ജിം എലിയട്ടിൻ്റെ ഭാര്യ എലിസബത്ത് എഴുതിയ പുസ്തകമാണ് ത്രൂ ഗേറ്റ്സ് സ്പ്ലെൻഡർ. നമുക്ക് നെറ്റിലൊക്കെ വായിക്കാൻ കിട്ടും, മഹത്വത്തിൻ്റെ കവാടങ്ങളിലൂടെ. അതിനകത്ത് ഈ ലിബറേറ്റിംഗ് ക്രൈസ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, വിമോചനിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന രക്ഷയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശം പങ്കിടാൻ ജീവൻ പണയപ്പെടുത്താൻ തയ്യാറായ ജിമ്മിൻ്റെ ജീവൻ ആ ദൗത്യ വഴിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനമാകണമെന്ന് തൻ്റെ ഭാര്യ ഈ മഹത്വത്തിൻ്റെ കവാടത്തിലൂടെ അല്ലെങ്കിൽ ത്രൂ ഗേറ്റ്സ് ഓഫ് സ്പ്ലെൻഡർ എന്ന പുസ്തകത്തിലൂടെ വിവരിക്കുകയാണ്. അതിനകത്ത് ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം. പുസ്തകത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ്: 5 യുവാക്കളുടെ ത്യാഗത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം വീരത്വമോ രക്തസാക്ഷിത്വമോ അല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്ത വിളിയോടുള്ള വിധേയത്വമാണ്. The motive behind the sacrifice of 5 young men was not that of heroism or martyrdom, but rather that of obedience to a call that had been heard and recognized as from God. 5 പേരും കൊല്ലപ്പെട്ടത് ഒരുപക്ഷെ രക്തസാക്ഷിയോ വീരകഥയോ ഒന്നുമല്ല, മറിച്ച് വിളിച്ച വിളിയോടുള്ള വിധേയത്വമാണ്. ഈ പുസ്തകത്തിൽ ഒരിടത്തും ലിബറേറ്റിംഗ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ അവരുടെ ചലനങ്ങളെല്ലാം വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റേതാണ് എന്ന് ഭാര്യ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ആ പുസ്തകത്തിൻ്റെ അന്തസാരമായി കാണുക. അപ്പോൾ വിമോചനത്തിൻ്റെ സത്യം ക്രിസ്തു എന്ന് പറയപ്പെടുന്നത് വിളിച്ചു പറയേണ്ടതൊന്നല്ല, ജീവിതത്തിൽ ചേർന്ന് പോകേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് പറയാം. മറ്റൊരു ചിന്ത കൂടി പങ്കുവെച്ച് അവസാനിപ്പിക്കാം. മറ്റൊരു ചിന്ത ഇതാണ്: ഈ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരാസ്പെക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, വിമോചനത്തിൻ്റെ മേഖലയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നരഭോജികളെ, മനുഷ്യഭോജികളെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ സന്ധികളായി മാറ്റി ശുശ്രൂഷയാകാം. മറ്റൊരു തലം നമ്മളുടെ ഇടയിലൊക്കെയുണ്ട്. ഈ പറയപ്പെട്ടത് ഒരുപക്ഷെ അങ്ങ് ഉത്തരാഖണ്ഡിലോ മൈസൂറിലോ പർക്കാലിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലോ ഒക്കെ പോകണമായിരിക്കാം. എന്നാൽ അടുത്തത് അങ്ങ് ദൂരെയല്ല. അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലത്തെ ഒരു വാചകമുണ്ട്: ബോംബെ തെരുവിൻ്റെ ദുർഗന്ധം മനസ്സിലാക്കാൻ ബോംബെ വരെ പോകേണ്ടതില്ല, നമ്മുടെ ചുറ്റുവട്ടം തന്നെ ബോംബെ തെരുവിൻ്റെ ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഒന്ന് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ചിന്ത പറയുന്നത് ഇങ്ങനെയാണ്: അനുകമ്പയും സഹാനുഭൂതിയും എവിടെയുണ്ടോ
അവിടെ വിമോചനത്തിൻ്റെ ക്രിസ്തു ആ ഹൃദയത്തിലുണ്ട്. എവിടെ അനുകമ്പയും സഹാനുഭൂതിയുമുണ്ട്, വേർ ദർ ഈസ് കമ്പാഷൻ ആൻഡ് എംപതി, അവിടെ ക്രിസ്തുവിൻ്റെ ഒരു ഭാവമുണ്ട് എന്ന് പറയുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വിമോചനത്തിൻ്റെ കാഹളം ഊതിയ പുറപ്പാട് പുസ്തകത്തിനകത്ത് ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്നതായിട്ടും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുവാൻ ഒരു മനുഷ്യൻ നിയോഗിക്കും നമ്മൾ കാണുന്നുണ്ട്. അവരവരുടെ വേദന തിരിച്ചറിയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചമർത്തൽ നിന്നും വിടുവിക്കാൻ മുൻകൈ എടുക്കുവാൻ ഒരു മനുഷ്യൻ നിയോഗിക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ നമുക്ക് ചില മുൻകൈ എടുക്കലുകളൊക്കെ ആവശ്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലൊരു സമൂല പരിവർത്തനം, ആ സമൂല പരിവർത്തനത്തിന് വിപ്ലവത്തിൻ്റെ പിടിയൊന്നും ആവശ്യമില്ല, തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ആവർത്തിച്ചോർപ്പിക്കുന്നത്, അത് സാധ്യതമാകാൻ ആരാധന ഇടത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത്, വീണ്ടും ആവർത്തിക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്നതിൻ്റെ നേരെ വിപരീതമായി. വെൻ യു ആർ ഇൻ ദ ചർച്ച് യു ടോക്ക് ടു ഗോഡ്, വെൻ യു ഗോ ഔട്ട് ഓഫ് ദ ചർച്ച് യു ടോക്ക് ടു പീപ്പിൾ. അകത്തിരിക്കുമ്പോൾ ദൈവത്തോടും പുറത്ത് നിൽക്കുമ്പോൾ ജനത്തോടും സംവദിക്കുമ്പോൾ എന്നിൽ വരുന്ന ഭാവം എന്ന് പറയപ്പെടുന്നത് വിഭോജിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റേതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു പൊതുപ്രസംഗം കൊണ്ട് തീരുന്നില്ല. 1918 മാസിഡോണിയയിൽ ജനിച്ച മദർ തെരേസ എന്ന സ്ത്രീ കൽക്കട്ടയിലെ ഒരു കോൺവെൻറ്റ് സ്കൂൾ അധ്യാപികയായി വന്നുവെങ്കിൽ അവരെപ്പറ്റി പറയുന്നത്, ഷി ഹാഡ് എ കോൾ വിത്തിൻ എ കോൾ, വിളിക്കകത്തൊരു വിളിയുണ്ടായിരുന്നു. കൽക്കട്ടയിലെ ആ കോൺവെൻറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന നൂറുകണക്കിന് സിസ്റ്റേഴ്സിനോടൊപ്പം എരിഞ്ഞടങ്ങാവുന്ന ഒരു സ്ത്രീയായിരുന്നു മദർ തെരേസ. ബട്ട് ഷി ഹാഡ് എ കോൾ വിത്തിൻ എ കോൾ, വിളിക്കകത്തൊരു വിളിയുണ്ടായിരുന്നു. എനിക്കൊരു ഭാഗ്യം ഈയിടയ്ക്കുണ്ടായി. എനിക്കും എൻ്റെ പഠിതാക്കൾക്കും ആ ധന്യ മാതാവിൻ്റെ കുടീരത്തിന് മുൻപിൽ നിൽക്കാനൊരു ഭാഗ്യമുണ്ടായി. വളരെ എന്താ പറയുക, ചേരിയുടെ ഒരു ഏറ്റവും രൂക്ഷമായ ഇടത്ത് ആ സ്ത്രീ താമസിച്ച കാലഘട്ടത്തിൻ്റെ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് നമുക്കും ആവശ്യമുണ്ട്. വി ഓൾസോ നീഡ് ടു ഹാവ് എ കോൾ വിത്തിൻ എ കോൾ. നമ്മുടെ സാധാരണ വിളിക്കപ്പുറമായി ഒരു പേഴ്സണൽ വിളിയുടെ ആവശ്യമുണ്ട് എന്ന് പറയുക. 1816 ആലപ്പുഴയിൽ വന്ന നോട്ടനും CMS സംഘവും അവരുടെ പ്രധാനപ്പെട്ട വിളി എന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ സിറിയൻ സഭയെ നവീകരിക്കുക എന്നുള്ളതായിരുന്നു. കുറേ നാൾ അതിന് താല്പര്യപ്പെട്ടിട്ട് കിഴക്കോട്ട് യാത്ര ചെയ്തപ്പോൾ പാടത്തുറമ്പരിക്കുന്ന പൈതങ്ങളെയും കാളയോടൊപ്പം ചേർത്ത് പൂട്ടുന്ന അപ്പന്മാരെയും കണ്ട് മനസ്സറിഞ്ഞപ്പോൾ CMS മിഷന്മാർക്കൊരു ബോധ്യമുണ്ടായി, ദർ ഇസ് എ കോൾ വിത്തിൻ എ കോൾ, വിളിക്കകത്തൊരു വിളിയുണ്ടായിരുന്നു. ആ വിളി കൊണ്ടാണ് 216 വർഷമായി നമ്മൾ ഒരു വ്യത്യസ്ത ആരാധനാ വിഭാഗമായി മാറി നിൽക്കുന്നത് എന്നും കൂടി ഈ തരുണത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കകത്തുള്ള വിളി എന്താണ്? ദേവാലയത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദേവാലയത്തിനകത്ത് നമുക്കൊരു വിളിയുണ്ടാകണം, ഒരു വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ബോധ്യമുണ്ടാകണം. എല്ലാവരും തള്ളിക്കളയുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്താനുള്ള ഒരു വിളി. എല്ലാവരും വാട്സപ്പിൽ തെറ്റായി എഴുതുമ്പോൾ ആ തെറ്റിലെ സത്യത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു താല്പര്യം. എല്ലാവരും മാറി നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഊറി ഊറി ചിരിക്കുമ്പോൾ അവൻ്റെ സ്വത്വവും അവൻ്റെ ഹൃദയത്തിലെ വേദനയും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉൾവിളി. അവിടെയാണ് എൻ്റെയും നിൻ്റെയും ഉള്ളിൽ ക്രിസ്തു എന്ന വിമോചകൻ ജനിക്കുന്നത്. അവിടെയാണ് ഒരാത്മബോധ്യത്തിൻ്റെ തലത്തിലൂടെ നോമ്പ് കാലത്ത് നടന്നെടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. 1868 നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ ഫാനി ജെ ക്രോസ്ബി എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന 1868 അന്ധയായ ഫാനി ജെ ക്രോസ്ബി ആ പാട്ട് എഴുതുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള പാട്ടാണ്. അവർ പറയുന്നത് ഒരാശ്വാസത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സംഗീതമാണ് അവർ പൊഴിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നൊരു പാട്ടുണ്ട്, സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ്. മലയാളത്തിൽ ഇങ്ങനെ പറയാം, യേശു കയ്യിൽ മാ സോരി. എത്രാമത്തെ പാട്ടത്? 306-ാമത്തെ പാട്ട്. നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 109 വർഷം മുമ്പ് ഭാഷാന്തരം ചെയ്തൊരു പാട്ടാണ് യേശു കയ്യിൽ മാ സ്വൈര്യം. ആ പാട്ട് എഴുതിയാരെന്നറിയാമോ? ആ പാട്ട് എഴുതിയ ഫാനി ജെ ക്രോസ്ബി എന്ന് പറയപ്പെടുന്ന 8000 കീർത്തനങ്ങൾ അന്ധയായി ജീവിച്ചുകൊണ്ടെഴുതിയ
ഏറ്റവും പ്രിയപ്പെട്ട ഫാനി ജെ ക്രോസ്ബി എന്ന സംഗീതജ്ഞയാണ്, ദൈവദാസിയാണ്. ആ പാട്ടിൻ്റെ സാഹചര്യം നമുക്കൊരുപക്ഷെ അറിയാമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും ദുരിതമായ ഒരു അനുഭവം, ആ അനുഭവത്തിൻ്റെ സത്തത മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഒരു വ്യക്തമായി മനസ്സിലാക്കുന്നത് 1868 ഈ ഫാനി ജെ ക്രോസ്ബിക്ക് വളരെ വ്യക്തിപരമായ ഒരു വലിയ നഷ്ടമുണ്ടായി. ആ വലിയ നഷ്ടമെന്ന് പറയപ്പെടുന്നത് തൻ്റെ സംഗീത രചനയിൽ തന്നെ സഹായിച്ചു കൊണ്ടിരുന്ന വില്യം ഡോൺ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മരണമായിരുന്നു. ഈ 1868 തൊട്ട് മുമ്പോ പിൻപോ ഈ ഫാനി ജെ ക്രോസ്ബിയുടെ അമ്മയും മരിക്കുന്നുണ്ട്. നമുക്കറിയാം, 6ാമത്തെ മാസത്തിൽ കണ്ണിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച പോയ വ്യക്തിയാണ് ഫാനി ജെ ക്രോസ്ബി. ആ കണ്ണിൻ്റെ കാഴ്ച പോയതിന് ശേഷമാണ് 8000-ഓളം പബ്ലിഷ് ചെയ്യപ്പെട്ട പാട്ടുകൾ ഈ ഫാനി ജെ ക്രോസ്ബി എഴുതുന്നത്. 1868 അവളുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ വർഷമാണ്. കാരണം തൻ്റെ പാട്ടുകൾ ഭാഷാന്തരം ചെയ്യുകയോ അല്ലെങ്കിൽ ലിപരിന്തനം അല്ലെങ്കിൽ എഴുതുകയോ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന വില്യം ഡോൺ എന്ന് പറയപ്പെടുന്ന വ്യക്തി മരിക്കുന്നു. തനിക്ക് താങ്ങായി തന്നെ കൈകളിൽ താലോലിച്ച അമ്മയും തൊട്ട് മുൻപോ പിൻപോ ഒക്കെ മരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഫാനി ജെ ക്രോസ്ബി വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് എഴുതിയ പാട്ടാണ് ഒരുപക്ഷെ നമ്മളിന്ന് സന്നിവേശിപ്പിക്കേണ്ട വലിയൊരു സത്യം. ആ സത്യമാണ് ഹൃദയത്തിൽ എടുക്കേണ്ടത്. ആ സത്യമാണ് ഇന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള പലരോടും ചോദിക്കേണ്ടത്, നിൻ്റെ ജീവിത പ്രതിസന്ധി ഏത് ഘട്ടത്തിലാണ്? ഹൗ ആർ യു ടുഡേ? നീ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? കണ്ട് സന്തോഷിക്കുമ്പോൾ ഹായ്, ഹോയ്, ഹൂയ് എന്ന വാക്കുകൾ പറഞ്ഞ് ചൈനീസ് കുംഭുവിൻ്റെ ശബ്ദവും പുറപ്പെടുവിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അടുത്തിറങ്ങി ചെന്നിട്ട് നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടമേത് എന്ന് ചോദിക്കാൻ കഴിയുന്ന വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ഭാവം നമ്മിലേക്ക് ഇന്ന് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടാമെന്നാണ് എൻ്റെ പക്ഷം. സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ്. അതാണ് അല്പം കൂടി അർത്ഥഗർഭമായ ഭാഷ, കാരണം ഇംഗ്ലീഷാണല്ലോ. മലയാളവും 109 വർഷം മുമ്പുള്ള ഒരു ഭാഷയുടെ പരിമിതി വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ഭാഷാന്തരമാണ് നാം കാണുന്നത്. 306-ാമത്തെ കീർത്തനം, അതിൻ്റെ തലക്കെട്ട് തന്നെ റെഫ്യൂജ്, സങ്കേതമെന്നാണ്. ഒന്ന് പാടി നോക്കാം നമുക്ക്. യേശു കയ്യിൽ ഫാനി ജെ ക്രോസ്ബിയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് പാട്ട് എങ്ങനെ എഴുതുമെന്നൊരു ആശങ്ക ഉണ്ടാകാം. തന്നെ കൈപിടിച്ച് അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി ഒരമ്മയെന്ന ആ സ്ഥാനം ഇനി എങ്ങനെ എന്ന ചോദ്യമുണ്ടാകാം. അവിടെ ഫാനി ജെ ക്രോസ്ബി പറയുക, യേശു കയ്യിൽ മാസോര ലോക പരീക്ഷ പാപ ദ്രോഹിച്ചിടാനൂന ദുഃഖത്തിൻ വരൾച്ചയും സംശയം ഭയവും
പരിചയം മൂന്നാമത്തെ സ്റ്റാൻസ എഴുതുമ്പോൾ വളരെ കൃത്യമായി അസേർട്ട് ചെയ്യുന്നു. തൻ്റെ ഫ്രണ്ട് വില്യം ഡോൺ മരിച്ചാലും, തന്നെ കൈപിടിച്ചു കൊണ്ടുപോയ അമ്മ ഇല്ലാതായാലും, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാവരും കുറ്റം വിധിച്ചാലും, എല്ലാവരും വാട്സപ്പിൽ എഴുതിയാലും, എല്ലാവരും വ്യക്തിപരമായി ആക്ഷേപിച്ചാലും, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും, എന്താ പറഞ്ഞത്? പ്രേമ സങ്കേതം യേശു എൻ പേർക്കുയിർ വീട്ടു പൂർവിക പാറ മേലൻ സ്ഥാനം നല്ലോറ പോ ശാന്തിയിൽ ഞാൻ രാത്രി കഴിവോളം പ്രഭാതശോഭസോന തീരത്തുദീപോളം യേശു കയ്യിൽ താൻ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സത്തയെ മനസ്സിലാക്കിക്കൊണ്ട് വിമോചനം ആവശ്യമുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങുവാൻ ഈ നോമ്പ് കാലത്തെ വിമോചിപ്പിക്കുന്ന ക്രിസ്തു എന്ന ചിന്ത നമ്മെ പ്രചോദിപ്പിക്കട്ടെ. 18 വർഷം 38 വർഷമോ ദീർഘനാളത്തെ ഹൃദയത്തിൻ്റെ ഭാരത്തോടെ കഴിയുന്നവർക്ക് അവരെ വിമോചിപ്പിക്കാനുള്ള ആത്മസത്ത സ്വാംശീകരിക്കുന്ന ദിവസങ്ങളാകട്ടെ നമ്മുടെ നോമ്പിൻ്റെ ദിവസങ്ങൾ. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാൻ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ.